എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു മോക്ക് ടെസ്റ്റാണ്. എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യുക. എത്ര മാർക്ക് ലഭിച്ചു എന്നത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം: സാഹിത്യ, കല, സാംസ്കാരിക മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിയമസഭാ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? സാഹിത്യ, കല, സാംസ്കാരിക മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിയമസഭാ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ എ NS മാധവൻ. NS മാധവനാണ് സാഹിത്യ, കല, സാംസ്കാരിക മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിയമസഭാ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി. അന്തർവാഹിനിയിൽ യാത്ര ചെയ്യുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ രാഷ്ട്രപതി ആരാണ്? അന്തർവാഹിനിയിൽ യാത്ര ചെയ്യുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ രാഷ്ട്രപതി ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ദ്രൗപദി മുർമു. ദ്രൗപദി മുർമു ആണ് അന്തർവാഹിനിയിൽ യാത്ര ചെയ്യുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ രാഷ്ട്രപതി. അപ്പോൾ അന്തർവാഹിനിയിൽ യാത്ര ചെയ്യുന്ന ആദ്യത്തെ രാഷ്ട്രപതി ആരാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ APJ അബ്ദുൽ കലാം. ഡോക്ടർ APJ അബ്ദുൽ കലാമാണ് അന്തർവാഹിനിയിൽ യാത്ര ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രപതി. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയ രാജ്യത്തെ ആദ്യ ജനറൽ ആശുപത്രി ഏതാണ്? ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയ രാജ്യത്തെ ആദ്യ ജനറൽ ആശുപത്രി ഏത്? ആൻസർ ഓപ്ഷൻ ബി എറണാകുളം ജനറൽ ആശുപത്രി. എറണാകുളം ജനറൽ ആശുപത്രിയാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയ രാജ്യത്തെ ആദ്യ ജനറൽ ആശുപത്രി. ഇന്ത്യൻ ബഹിരാകാശ സംഘടനയായ ISRO ഗഗൻയാൻ വർഷമായി പ്രഖ്യാപിച്ചത് ഏത് വർഷത്തെയാണ്? ഇന്ത്യൻ ബഹിരാകാശ സംഘടനയായ ISRO ഗഗൻയാൻ വർഷമായി പ്രഖ്യാപിച്ചത് ഏത് വർഷത്തെയാണ്? ആൻസർ ഓപ്ഷൻ എ 2025. 2025 ഇന്ത്യൻ ബഹിരാകാശ സംഘടനയായ ISRO ഗഗൻയാൻ വർഷമായി പ്രഖ്യാപിച്ചത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും നിയമ, സാമൂഹിക, വൈകാരിക പിന്തുണ നൽകാൻ കുടുംബശ്രീ ജില്ലാ മിഷൻ ആരംഭിച്ച പദ്ധതി ഏതാണ്? സ്ത്രീകൾക്കും കുട്ടികൾക്കും നിയമ, സാമൂഹിക, വൈകാരിക പിന്തുണ നൽകാൻ കുടുംബശ്രീ ജില്ലാ മിഷൻ ആരംഭിച്ച പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി സ്നേഹിത. സ്നേഹിതയാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും നിയമ, സാമൂഹിക, വൈകാരിക പിന്തുണ നൽകാൻ കുടുംബശ്രീ ജില്ലാ മിഷൻ ആരംഭിച്ച പദ്ധതി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് ആര്? SBIയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി രവി രഞ്ജൻ. രവി രഞ്ജനാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത്. എത്യോപ്യയുടെ പരമോന്നത ബഹുമതിയായ നിഷാൻ ഓഫ് എത്യോപ്യ ലഭിക്കുന്ന ആദ്യ വിദേശ രാഷ്ട്രത്തലവൻ ആരാണ്? എത്യോപ്യയുടെ പരമോന്നത ബഹുമതിയായ നിഷാൻ ഓഫ് എത്യോപ്യ ലഭിക്കുന്ന ആദ്യ വിദേശ രാഷ്ട്രത്തലവൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി നരേന്ദ്രമോദി. നരേന്ദ്രമോദിയാണ് എത്യോപ്യയുടെ പരമോന്നത ബഹുമതിയായ നിഷാൻ ഓഫ് എത്യോപ്യ ലഭിക്കുന്ന ആദ്യ വിദേശ രാഷ്ട്രത്തലവൻ. 2025 ഡിസംബറിൽ റിക്ടർ സ്കെയിലിൽ 7.0 തീവ്രത രേഖപ്പെടുത്തി ഭൂചലനമുണ്ടായ ഏഷ്യൻ രാജ്യം ഏതാണ്? 2025 ഡിസംബറിൽ റിക്ടർ സ്കെയിലിൽ 7 തീവ്രത രേഖപ്പെടുത്തി ശക്തമായ ഭൂചലനമുണ്ടായ ഏഷ്യൻ രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ തായ്വാൻ. തായ്വാനാണ് 2025 ഡിസംബറിൽ റിക്ടർ സ്കെയിലിൽ 7 തീവ്രത രേഖപ്പെടുത്തി ശക്തമായ ഭൂചലനമുണ്ടായ ഏഷ്യൻ രാജ്യം. അന്തരിച്ച ബംഗ്ലാദേശിന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആരാണ്? അന്തരിച്ച ബംഗ്ലാദേശിന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ എ ഹാലിദ സിയ. ഹാലിദ സിയയാണ് അന്തരിച്ച ബംഗ്ലാദേശിന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രി. ജപ്പാനെ മറികടന്ന് ലോകത്തെ ഏറ്റവും വലിയ 4ാമത്തെ സമ്പദ് വ്യവസ്ഥയായി മാറിയ രാജ്യം ഏത്? ജപ്പാനെ മറികടന്ന് ലോകത്തെ ഏറ്റവും വലിയ 4ാമത്തെ സമ്പദ് വ്യവസ്ഥിതിയായി മാറിയ രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ഇന്ത്യ. ഇന്ത്യയാണ് ജപ്പാനെ മറികടന്ന് ലോകത്തെ ഏറ്റവും വലിയ 4ാമത്തെ സമ്പദ് വ്യവസ്ഥിതിയായി മാറിയ രാജ്യം.
2025 ദേശീയ ഗണിതശാസ്ത്ര ദിനത്തോടനുബന്ധിച്ച് രാജ്യം സ്മരിച്ച പ്രശസ്ത ഗണിതശാസ്ത്രജ്ഞൻ ആരാണ്? 2025 ദേശീയ ഗണിതശാസ്ത്ര ദിനത്തോടനുബന്ധിച്ച് രാജ്യം സ്മരിച്ച പ്രശസ്ത ഗണിതശാസ്ത്രജ്ഞൻ ആരാണ്? ആൻസർ ഓപ്ഷൻ സി, ശ്രീനിവാസ രാമാനുജൻ. ശ്രീനിവാസ രാമാനുജനാണ് 2025 ദേശീയ ഗണിതശാസ്ത്രത്തോടനുബന്ധിച്ച് രാജ്യം സ്മരിച്ച പ്രശസ്ത ഗണിതശാസ്ത്രജ്ഞൻ. തുടർച്ചയായി 3-ാം വർഷവും കേരളത്തിൽ ഏറ്റവുമധികം മരണത്തിനിടയാക്കിയ ജന്തുജന്യരോഗം ഏത്? തുടർച്ചയായി 3-ാം വർഷവും കേരളത്തിൽ ഏറ്റവുമധികം മരണത്തിനിടയാക്കിയ ജന്തുജന്യരോഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, എലിപ്പനി. എലിപ്പനിയാണ് തുടർച്ചയായി 3-ാം വർഷവും കേരളത്തിൽ ഏറ്റവുമധികം മരണത്തിനിടയാക്കിയ ജന്തുജന്യ രോഗം. അന്താരാഷ്ട്ര വനിതാ T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ ബൗളർ എന്ന റെക്കോർഡ് നേടിയ ഇന്ത്യൻ താരം ആര്? അന്താരാഷ്ട്ര വനിതാ T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ ബൗളർ എന്ന റെക്കോർഡ് നേടിയ ഇന്ത്യൻ താരം ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, ദീപ്തി ശർമ്മ. ദീപ്തി ശർമ്മയാണ് അന്താരാഷ്ട്ര വനിതാ T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ ബൗളർ എന്ന റെക്കോർഡ് നേടിയ ഇന്ത്യൻ താരം. 2025 നടന്ന ഗ്ലോബൽ ചെസ് ലീഗിൽ കിരീടം നേടിയ ടീം ഏത്? 2025 നടന്ന ഗ്ലോബൽ ചെസ് ലീഗിൽ കിരീടം നേടിയ ടീം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ആൽപൈൻ SG പൈപ്പേഴ്സ്. ആൽപൈൻ SG പൈപ്പേഴ്സ് ആണ് 2025 നടന്ന ഗ്ലോബൽ ചെസ് ലീഗിൽ കിരീടം നേടിയ ടീം. ലോകത്തിലെ 2ാമത്തെ വലിയ മൊബൈൽ ഫോൺ ഉൽപ്പാദക രാജ്യമായി മാറിയത് ഏത് രാജ്യമാണ്? ലോകത്തിലെ 2ാമത്തെ വലിയ മൊബൈൽ ഫോൺ ഉൽപ്പാദക രാജ്യമായി മാറിയത് ഏത് രാജ്യമാണ്? ആൻസർ ഓപ്ഷൻ ബി, ഇന്ത്യ. ഇന്ത്യയാണ് ലോകത്തിലെ 2ാമത്തെ വലിയ മൊബൈൽ ഫോൺ ഉൽപ്പാദക രാജ്യമായി മാറിയത്. 2025 ഡിസംബറിൽ DRDO വിജയകരമായി പരീക്ഷിച്ച ദീർഘദൂര ഗൈഡഡ് റോക്കറ്റ് ഏതാണ്? 2025 ഡിസംബറിൽ DRDO വിജയകരമായി പരീക്ഷിച്ച ദീർഘദൂര ഗൈഡഡ് റോക്കറ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, പിനാക. പിനാകയാണ് 2025 ഡിസംബറിൽ DRDO വിജയകരമായി പരീക്ഷിച്ച ദീർഘദൂര ഗൈഡഡ് റോക്കറ്റ്. തീവ്രമായ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരെ സംരക്ഷിക്കുന്ന മാതാപിതാക്കൾക്ക് സ്വയം തൊഴിൽ ധനസഹായം അനുവദിക്കുന്നതിനുള്ള സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതി ഏതാണ്? തീവ്രമായ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരെ സംരക്ഷിക്കുന്ന മാതാപിതാക്കൾക്ക് സ്വയം തൊഴിൽ ധനസഹായം അനുവദിക്കുന്നതിനുള്ള സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, സ്വാശ്രയ. സ്വാശ്രയാണ് തീവ്രമായ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരെ സംരക്ഷിക്കുന്ന മാതാപിതാക്കൾക്ക്, പ്രത്യേകിച്ച് അമ്മമാർക്ക് സ്വയം തൊഴിൽ ധനസഹായം അനുവദിക്കുന്നതിനുള്ള സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതി. ഗുജറാത്തിലെ പോർബന്തറിൽ നിന്ന് ഒമാനിലെ മസ്കറ്റിലേക്ക് യാത്ര തിരിച്ച ഇന്ത്യൻ നാവികസേനയുടെ പായ്ക്കപ്പൽ ഏതാണ്? ഗുജറാത്തിലെ പോർബന്തറിൽ നിന്ന് ഒമാനിലെ മസ്കറ്റിലേക്ക് യാത്ര തിരിച്ച ഇന്ത്യൻ നാവികസേനയുടെ പായ്ക്കപ്പൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, INSV കൗഡിന്യ. INSV കൗഡിന്യാണ് ഗുജറാത്തിലെ പോർബന്തറിൽ നിന്ന് ഒമാനിലെ മസ്കറ്റിലേക്ക് യാത്ര തിരിച്ച ഇന്ത്യൻ നാവികസേനയുടെ പായ്ക്കപ്പൽ. ഇന്ത്യയിൽ വൈദ്യുത തീവണ്ടി സർവീസ് ആരംഭിച്ചതിന്റെ എത്രാമത്തെ വാർഷികമാണ് 2025 പൂർത്തിയായത്? ഇന്ത്യയിൽ വൈദ്യുത തീവണ്ടി സർവീസ് ആരംഭിച്ചതിന്റെ എത്രാമത്തെ വാർഷികമാണ് 2025 പൂർത്തിയായത്? ആൻസർ ഓപ്ഷൻ ബി, 100. ഇന്ത്യയിൽ വൈദ്യുത തീവണ്ടി സർവീസ് ആരംഭിച്ചതിന്റെ 100ാമത് വാർഷികമാണ് 2025 പൂർത്തിയായത്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭ അധ്യക്ഷയായി 2025 ചുമതലയേറ്റ വ്യക്തി ആരാണ്? ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭ അധ്യക്ഷയായി 2025 ചുമതലയേറ്റ വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ എ, ദിയ ബിനു പുളിക്കക്കണ്ടം. ദിയ ബിനു പുളിക്കക്കണ്ടമാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭ അധ്യക്ഷയായി 2025 ചുമതലയേറ്റ വ്യക്തി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എത്രാമത്തെ സ്ഥാപക ദിനമാണ് 2025 ആഘോഷിച്ചത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എത്രാമത്തെ സ്ഥാപക ദിനമാണ് 2025 ആഘോഷിച്ചത്?
ആൻസർ ഓപ്ഷൻ എ 140. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 140ാമത് സ്ഥാപക ദിനമാണ് 2025 ആഘോഷിച്ചത്. 2024-25 ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് ആരാണ്? 2024-25 ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ മാഗ്നസ് കാൾസൺ. മാഗ്നസ് കാൾസനാണ് 2024-25 ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത്. രാജ്യാന്തര വനിതാ ക്രിക്കറ്റിൽ 10,000 റൺസ് തികയ്ക്കുന്ന 4ാമത്തെ താരം ആര്? രാജ്യാന്തര വനിതാ ക്രിക്കറ്റിൽ 10,000 റൺസ് തികയ്ക്കുന്ന 4ാമത്തെ താരം ആരാണ്? ആൻസർ ഓപ്ഷൻ സി സ്മൃതി മന്ദാന. സ്മൃതി മന്ദാനയാണ് രാജ്യാന്തര വനിതാ ക്രിക്കറ്റിൽ 10,000 റൺസ് തികയ്ക്കുന്ന 4ാമത്തെ താരം. ഇന്ത്യയിൽ ആദ്യമായി മീൻ പിടിക്കുന്ന എട്ടുകാലിയെ കണ്ടെത്തിയ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി മീൻ പിടിക്കുന്ന എട്ടുകാലിയെ കണ്ടെത്തിയ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി കേരളം. കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി മീൻ പിടിക്കുന്ന എട്ടുകാലിയെ കണ്ടെത്തിയ സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യ 3D സിനിമയായ മൈ ഡിയർ കുട്ടിച്ചാത്തന്റെ കലാ സംവിധായകനായിരുന്ന 2025 ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത വ്യക്തി ആരാണ്? ഇന്ത്യയിലെ ആദ്യ 3D സിനിമയായ മൈ ഡിയർ കുട്ടിച്ചാത്തന്റെ കലാ സംവിധായകനായിരുന്ന 2025 ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ സി കെ ശേഖർ. കെ ശേഖറാണ് ഇന്ത്യയിലെ ആദ്യ 3D സിനിമയായ മൈ ഡിയർ കുട്ടിച്ചാത്തന്റെ കലാ സംവിധായകനായിരുന്ന 2025 ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത വ്യക്തി. രാജ്യാന്തര വനിതാ 2020 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിജയം നേടിയ ക്യാപ്റ്റൻ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? രാജ്യാന്തര വനിതാ 2020 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിജയം നേടിയ ക്യാപ്റ്റൻ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ഹർമൻ പ്രീത് കൗർ. ഹർമൻ പ്രീത് കൗറാണ് രാജ്യാന്തര വനിതാ 2020 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിജയം നേടിയ ക്യാപ്റ്റൻ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ താരം. കേരളത്തിലെ ഒരു കോർപ്പറേഷനിൽ മേയറാകുന്ന ആദ്യ BJP നേതാവ് ആരാണ്? കേരളത്തിലെ ഒരു കോർപ്പറേഷനിൽ മേയറാകുന്ന ആദ്യ BJP നേതാവ്. ആൻസർ ഓപ്ഷൻ സി VV രാജേഷ്. VV രാജേഷ് ആണ് കേരളത്തിലെ ഒരു കോർപ്പറേഷനിൽ മേയറാകുന്ന ആദ്യ BJP നേതാവ്. മുൻ പ്രധാനമന്ത്രി AB വാജ്പേയിയുടെ ജന്മദിനമായ ഡിസംബർ 25 ഏത് ദിനമായാണ് ആചരിക്കുന്നത്? മുൻ പ്രധാനമന്ത്രി AB വാജ്പേയിയുടെ ജന്മദിനമായ ഡിസംബർ 25 ഏത് ദിനമായാണ് ആചരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ സദ്ഭരണ ദിനം. മുൻ പ്രധാനമന്ത്രി AB വാജ്പേയിയുടെ ജന്മദിനമായ ഡിസംബർ 25 സദ്ഭരണ ദിനമായാണ് ആഘോഷിക്കുന്നത്. വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ തേനീച്ചക്കൂടുകൾ സ്ഥാപിക്കുന്ന വനം വകുപ്പിന്റെ പുതിയ പദ്ധതി ഏത്? വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ തേനീച്ചക്കൂടുകൾ സ്ഥാപിക്കുന്ന വനം വകുപ്പിന്റെ പുതിയ പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി മധുവനം. മധുവനമാണ് വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ തേനീച്ചക്കൂടുകൾ സ്ഥാപിക്കുന്ന വനം വകുപ്പിന്റെ പുതിയ പദ്ധതി. വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി കേരള വനം വകുപ്പ് ആവിഷ്കരിച്ച പുതിയ പദ്ധതി ഏതാണ്? വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി കേരള വനം വകുപ്പ് ആവിഷ്കരിച്ച പുതിയ പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ഓപ്പറേഷൻ ഗജമുക്തി. ഓപ്പറേഷൻ ഗജമുക്തിയാണ് വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി കേരള വനം വകുപ്പ് ആവിഷ്കരിച്ച പുതിയ പദ്ധതി. ഫുഡ് ഡെലിവറി ആപ്പുകളുടെ കണക്കുകൾ പ്രകാരം 2025 ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ ഓർഡർ ചെയ്ത ഭക്ഷണം ഏതാണ്? ഫുഡ് ഡെലിവറി ആപ്പുകളുടെ കണക്കുകൾ പ്രകാരം 2025 ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ ഓർഡർ ചെയ്ത ഭക്ഷണം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ബിരിയാണി. ബിരിയാണിയാണ് ഫുഡ് ഡെലിവറി ആപ്പുകളുടെ കണക്കുകൾ പ്രകാരം 2025 ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ ഓർഡർ ചെയ്ത ഭക്ഷണം. 22ാമത് കേരള ബാംബു ഫെസ്റ്റിവലിന് വേദിയാകുന്നത് എവിടെയാണ്? 22ാമത് കേരള ബാംബു ഫെസ്റ്റിവലിന് വേദിയാകുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി കൊച്ചി. കൊച്ചിയിലാണ് 22ാമത് കേരള ബാംബു ഫെസ്റ്റിവലിന് വേദിയാകുന്നത്. ദേശീയ ഉപഭോക്തൃ ദിനം ആചരിക്കുന്നത് എന്നാണ്? നാഷണൽ
കൺസ്യൂമർ ഡേ ആചരിക്കുന്നത് എന്നാണ്? ആൻസർ ഓപ്ഷൻ എ ഡിസംബർ 24. ഡിസംബർ 24-നാണ് ദേശീയ ഉപഭോക്തൃ ദിനം ആചരിക്കുന്നത്. ടവറുകളുടെ സഹായമില്ലാതെ മൊബൈൽ ഫോണുകളിൽ നേരിട്ട് ഇന്റർനെറ്റ് ലഭ്യമാക്കുന്നതിനായി ISRO വിക്ഷേപിച്ച ഉപഗ്രഹം. ടവറുകളുടെ സഹായമില്ലാതെ മൊബൈൽ ഫോണുകളിൽ നേരിട്ട് ഇന്റർനെറ്റ് ലഭ്യമാക്കുന്നതിനായി ISRO വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ബ്ലൂബേർഡ് ബ്ലോക്ക് 2. ബ്ലൂബേർഡ് ബ്ലോക്ക് 2 ആണ് ടവറുകളുടെ സഹായമില്ലാതെ മൊബൈൽ ഫോണുകളിൽ നേരിട്ട് ഇന്റർനെറ്റ് ലഭ്യമാക്കുന്നതിനായി ISRO വിക്ഷേപിച്ച ഉപഗ്രഹം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേര്? മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ എ പൂജ്യ ബാപ്പു ഗ്രാമീൺ റോസ്ഗാർ യോജന. പൂജ്യ ബാപ്പു ഗ്രാമീൺ റോസ്ഗാർ യോജന എന്നാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേര്. മയക്കുമരുന്ന് ദുരുപയോഗം തടയുന്നതിനായി കേരള പോലീസ് സ്വകാര്യ മേഖലയുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന പുതിയ പദ്ധതി ഏതാണ്? മയക്കുമരുന്ന് ദുരുപയോഗം തടയുന്നതിനായി കേരള പോലീസ് സ്വകാര്യ മേഖലയുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന പുതിയ പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി പോഡ. പോഡയാണ് മയക്കുമരുന്ന് ദുരുപയോഗം തടയുന്നതിനായി കേരള പോലീസ് സ്വകാര്യ മേഖലയുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന പുതിയ പദ്ധതി. സ്ത്രീകൾക്ക് സ്മാർട്ട് ഫോൺ ഉപയോഗത്തിന് നിരോധനം ഏർപ്പെടുത്തിയ രാജസ്ഥാനിലെ ജില്ല ഏതാണ്? സ്ത്രീകൾക്ക് സ്മാർട്ട് ഫോൺ ഉപയോഗത്തിന് നിരോധനം ഏർപ്പെടുത്തിയ രാജസ്ഥാനിലെ ജില്ല. ആൻസർ ഓപ്ഷൻ എ ജലോർ. ജലോർ ആണ് സ്ത്രീകൾക്ക് സ്മാർട്ട് ഫോൺ ഉപയോഗത്തിന് നിരോധനം ഏർപ്പെടുത്തിയ രാജസ്ഥാനിലെ ജില്ല. ദേശീയ കർഷക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ദേശീയ കർഷക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി ഡിസംബർ 23. ഡിസംബർ 23-നാണ് ദേശീയ കർഷക ദിനമായി ആചരിക്കുന്നത്. ഏറ്റവും പുതിയ ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? ഏറ്റവും പുതിയ ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? ആൻസർ ഓപ്ഷൻ സി 142. 142-ാം സ്ഥാനമാണ് ഏറ്റവും പുതിയ ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം. 2020 വനിതാ ക്രിക്കറ്റിൽ 4000 റൺസ് തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ്? 2020 വനിതാ ക്രിക്കറ്റിൽ 4000 റൺസ് തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ്? ആൻസർ ഓപ്ഷൻ എ സ്മൃതി മന്ദാന. സ്മൃതി മന്ദാനയാണ് 2020 വനിതാ ക്രിക്കറ്റിൽ 4000 റൺസ് തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ താരം. സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന 35 വയസ്സിനും 60 വയസ്സിനും പ്രായപരിധിയിൽ ജോലിയില്ലാത്ത സ്ത്രീകൾക്ക് 1000 രൂപ പെൻഷൻ നൽകുന്ന പദ്ധതി ഏതാണ്? സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന 35-നും 60-നും പ്രായപരിധിയിൽ ജോലിയില്ലാത്ത സ്ത്രീകൾക്ക് 1000 രൂപ പെൻഷൻ നൽകുന്ന പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി സ്ത്രീ സുരക്ഷാ പദ്ധതി. സ്ത്രീ സുരക്ഷാ പദ്ധതിയാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന 35-നും 60-നും പ്രായപരിധിയിൽ ജോലിയില്ലാത്ത സ്ത്രീകൾക്ക് 1000 രൂപ പെൻഷൻ നൽകുന്ന പദ്ധതി. തൊഴിലുറപ്പ് പദ്ധതി വിവാദങ്ങൾക്കിടെ സ്വന്തം സംസ്ഥാനത്തെ കർമ്മശ്രീ തൊഴിൽ പദ്ധതിക്ക് മഹാത്മാഗാന്ധിയുടെ പേര് നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? തൊഴിലുറപ്പ് പദ്ധതി വിവാദങ്ങൾക്കിടയിൽ സ്വന്തം സംസ്ഥാനത്തെ കർമ്മശ്രീ തൊഴിൽ പദ്ധതിക്ക് മഹാത്മാഗാന്ധിയുടെ പേര് നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളാണ് തൊഴിലുറപ്പ് പദ്ധതി വിവാദങ്ങൾക്കിടെ സ്വന്തം സംസ്ഥാനത്തെ കർമ്മശ്രീ തൊഴിൽ പദ്ധതിക്ക് മഹാത്മാഗാന്ധിയുടെ പേര് നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം. 2025 ഡിസംബർ 20-ന് അന്തരിച്ച പ്രശസ്ത മലയാള ചലച്ചിത്ര നടനും സംവിധായകനും തിരക്കഥാകൃത്തും ആരാണ്? 2025 ഡിസംബർ 20-ന് അന്തരിച്ച പ്രശസ്ത മലയാള ചലച്ചിത്ര നടനും സംവിധായകനും തിരക്കഥാകൃത്തുമായിരുന്ന വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ എ ശ്രീനിവാസൻ. ശ്രീനിവാസനാണ് 2025 ഡിസംബർ 20-ന് അന്തരിച്ച പ്രശസ്ത മലയാള ചലച്ചിത്ര നടനും സംവിധായകനും തിരക്കഥാകൃത്തും ആയിരുന്നത്. കേരളത്തിൽ എവിടെയും വൃത്തിയുള്ളതും സുരക്ഷിതമായ ടോയ്ലറ്റുകൾ കണ്ടെത്തുന്നതിനായി സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? കേരളത്തിലെവിടെയും വൃത്തിയുള്ളതും സുരക്ഷിതമായ ടോയ്ലറ്റുകൾ കണ്ടെത്തുന്നതിനായി സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ക്ലൂ. ക്ലൂ ആണ്
കേരളത്തിലെവിടെയും വൃത്തിയുള്ളതും സുരക്ഷിതവുമായ ടോയ്ലറ്റുകൾ കണ്ടെത്തുന്നതിനായി സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ. വീൽ ചെയറിൽ ബഹിരാകാശ യാത്ര നടത്തുന്ന ലോകത്തിലെ ആദ്യ വ്യക്തിയാകാൻ ഒരുങ്ങുന്നത് ആരാണ്? വീൽ ചെയറിൽ ബഹിരാകാശ യാത്ര നടത്തുന്ന ലോകത്തിലെ ആദ്യ വ്യക്തിയാകാൻ ഒരുങ്ങുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ, മിക്കൽ ബെന്തോസ്. മിക്കൽ ബെന്തോസ് ആണ് വീൽ ചെയറിൽ ബഹിരാകാശ യാത്ര നടത്തുന്ന ലോകത്തിലെ ആദ്യ വ്യക്തിയാകാൻ ഒരുങ്ങുന്നത്. ജീവനി എന്ന ഔഷധത്തിന്റെ വികസനത്തിലൂടെ ശ്രദ്ധേയനായ 2025 ഡിസംബറിൽ അന്തരിച്ച പ്രമുഖ ശാസ്ത്രജ്ഞൻ ആരാണ്? ജീവനി എന്ന ഔഷധത്തിന്റെ വികസനത്തിലൂടെ ശ്രദ്ധേയനായ 2025 ഡിസംബറിൽ അന്തരിച്ച പ്രമുഖ ശാസ്ത്രജ്ഞൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, ഡോക്ടർ പി പുഷ്പാങ്കദൻ. ഡോക്ടർ പി പുഷ്പാങ്കദനാണ് ജീവനി എന്ന ഔഷധത്തിന്റെ വികസനത്തിലൂടെ ശ്രദ്ധേയനായ 2025 ഡിസംബറിൽ അന്തരിച്ച പ്രമുഖ ശാസ്ത്രജ്ഞൻ. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗമായി നിയമിതനായ ആദ്യ മലയാളി ആരാണ്? കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗമായി നിയമിതനായ ആദ്യ മലയാളി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, പി ആർ രമേശ്. പി ആർ രമേശ് ആണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗമായി നിയമിതനായ ആദ്യ മലയാളി. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ ഹൈഡ്രജൻ ബോട്ട് സർവീസ് 2025 ഡിസംബറിൽ ആരംഭിച്ചത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ ഹൈഡ്രജൻ ബോട്ട് സർവീസ് 2025 ഡിസംബറിൽ ആരംഭിച്ചത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി, വാരണാസി. വാരണാസിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ ഹൈഡ്രജൻ ബോട്ട് സർവീസ് 2025 ഡിസംബറിൽ ആരംഭിച്ചത്. എല്ലാ വർഷവും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? എല്ലാ വർഷവും ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആയി ആചരിക്കുന്നത് എന്നാണ്? ആൻസർ ഓപ്ഷൻ സി, ഡിസംബർ 10. ഡിസംബർ 10-നാണ് എല്ലാ വർഷവും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത പുതിയ ഇനം മരച്ചീനി ഏതാണ്? കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത പുതിയ ഇനം മരച്ചീനി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, മന്ന. മന്നയാണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത പുതിയ ഇനം മരച്ചീനി.